എന്തുകൊണ്ടെന്നാൽ ലീഗിനെ ഒരു പക്ഷേ തകർക്കുന്നത് പുറത്തു നിന്നാകില്ല, ഒരു പക്ഷേ ഉള്ളിൽ നിന്ന് തന്നെ ആയിരിക്കാം. അതാണ് നമ്മൾ പേടിക്കേണ്ടത്. അതെങ്ങനെ ഉള്ളിൽ നിന്ന് തകർക്കല്? ഇപ്പൊ നിങ്ങൾ നേതാക്കന്മാരാണ് ഇവിടെ MSFന്റെ യൂത്ത് ലീഗിന്. നിങ്ങളെ കല്യാണത്തിന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നില്ലെങ്കിൽ നിങ്ങൾ മറുത്തൊന്ന് ചിന്തിക്കും. നിങ്ങളെ കല്യാണത്തിന് നിങ്ങളെ പറ്റി പറയല്ല കേട്ടോ, ET മുഹമ്മദ് ബഷീർ സാഹിബ് വന്നില്ല, മൂപ്പര് വന്നില്ല, ഞാൻ ഇല്ല യൂത്ത് ലീഗ് കൊന്നു, നമ്മളെ കുട്ടിനെ കെട്ടിക്കോളം അല്ലെ നമ്മൾ പെണ്ണിട്ടോളാം ലീഗ്. അതൊക്കെ വൃത്തികെട്ട സ്വഭാവമാണ്. അവനവന്റെ പേഴ്സണലൈസേഷനിലേക്ക് പാർട്ടിയെ കൊണ്ടുപോവുക, വ്യക്തിപരമായ കാര്യത്തിലേക്ക് പാർട്ടിയെ കൊണ്ട്. അവരോട് പറഞ്ഞു നോക്കിൻ, വന്നാ വന്നില്ലെങ്കിൽ ഏറ്റവും മാന്യമായ രീതി എന്താന്ന് വെച്ചാൽ നിങ്ങൾ അന്ന് വരണ്ട, കല്യാണം നടക്കണ്ട്, നിങ്ങൾ വരേ വേണ്ട, അത് പറയലാണ്. ET മുഹമ്മദ് ബഷീർ സാഹിബ് എന്നോട് ചോദിച്ചു, എന്റെ അനിയന്റെ കല്യാണം കഴിഞ്ഞപ്പോ, കുറച്ച് മുമ്പാണ്, അനിയന്റെ കല്യാണം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ആ കഴിഞ്ഞു. എന്തിയാ നമ്മളോടൊന്നും പറഞ്ഞില്ല? നിങ്ങൾക്ക് അതല്ലല്ലോ പണി. നമ്മൾ അഞ്ചന്റെ കല്യാണത്തിൽ പങ്കെടുക്കല മുപ്പര പണി അല്ല. അതൊക്കെ ഒഴിവുണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ വന്ന് പോട്ടെ. അല്ലാതെ എന്നോട് ഒരിക്കലും ഒരാള് ഒരു കല്യാണം പറഞ്ഞു. അന്ന് ഞാൻ എന്റെ മൂത്താപ്പാന്റെ ഒരു അസുഖവുമായി ബന്ധപ്പെട്ടിട്ട് തിരുവനന്തപുരത്ത് പോയി RCCയിൽ. അപ്പൊ അവന്റെ വീട്ടിലെ കല്യാണത്തിനൊക്കെ പോകാൻ പറ്റിയില്ല. അങ്ങനെ പിന്നൊരു സ്ഥലത്ത് വെച്ച് അവൻ എന്നെ കാണുകയാണ്. ആളൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നൊരു സ്ഥലത്ത് വെച്ചിട്ട് എന്നെ കണ്ടപ്പോ എന്തേ നിങ്ങൾ കല്യാണത്തിന് വന്നില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ തിരുവനന്തപുരത്തായിരുന്നു, ചെറിയ വിഷയം ഉണ്ടായിരുന്നു, മൂത്താപ്പാക്ക് ക്യാൻസർ ആയിരുന്നു. ഇപ്പൊ ആൾക്കാരുടെ ഇടയിലൊന്നും പറയാൻ പറ്റും. തിരുവനന്തപുരത്തായിരുന്നു, ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു. മൂപ്പര് അടുത്തേക്ക് തന്നെ പറയാം, തിരുവനന്തപുരത്തുള്ളവരൊക്കെ എന്റെ പേരിലുണ്ടായിരുന്നു. ഇത് അഹങ്കാരമാണ്. ഇതിന്റെ പേരാണ് അഹങ്കാരം. തിരുവനന്തപുരത്ത് നിയമസഭയിലുള്ള 20 ആൾക്കാരെ അവനാന്റെ പേരേക്ക് കല്യാണത്തിന് കൊണ്ടുവരില്ല രാഷ്ട്രീയം. അതല്ല രാഷ്ട്രീയം. പകരം എന്താണ്? നമ്മൾ അവരെ പറഞ്ഞയച്ചിട്ടുള്ളത് അവിടെ സംസാരിക്കാനാണ്. നമ്മളെ കല്യാണത്തിന് വന്നോ വന്നില്ല ഇതൊന്നുമല്ല പ്രശ്നം. അതിനു വേണ്ടിയിട്ട് രാഷ്ട്രീയം കളിക്കരുത്. നമ്മൾ നേതാക്കന്മാരെ പണിയാതാ ഞാൻ എപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ MSFന്റെയും യൂത്ത് ലീഗിന്റെയും കുട്ടികളോടൊപ്പം സംസാരിക്കണം. നമ്മൾ പണ്ട് സലീമൊക്കെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവിടെ വന്നൊരാളാണ്. ഏതായിരുന്നാലും ശരി, 17-18 വയസ്സുള്ള സമയത്ത് സമദാനി സാഹിബിന്റെ കൂടെ ആദ്യമായിട്ട് പാർലമെന്റിൽ ഒന്ന് പോയി. മൂപ്പരായ MP ആയ ഉടനെ, അന്നൊക്കെ 10-18 വയസ്സുള്ളൂ. അങ്ങനെ മൂപ്പരെ കൂടെ ട്രെയിനൊക്കെ കയറി മൂപ്പര് വേറെ രീതിയിൽ വന്ന് ഞങ്ങൾ അങ്ങോട്ട് എത്തി. പിന്നെ ഞങ്ങൾ പഞ്ചാബ് പോയി, അവിടെ പോയി, ഇവിടെ പോയി, കുറെ സ്ഥലത്ത് കറങ്ങി. ഏതായിരുന്നാലും ശരി, അന്ന് രാജ്യസഭയും ലോക്സഭയും ഒന്ന് കണ്ട് ആദ്യമായിട്ട് കാണാൻ കയറിയപ്പോ രാജ്യസഭയിൽ പ്രത്യേകിച്ചൊന്നും നടക്കണില്ല. കുറെ ആൾക്കാർ ഉറങ്ങുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ബസ് ലോക്സഭ ഭയങ്കര സംഭവമാണെന്ന് കേട്ടപ്പോ നമ്മൾ അവിടെ ഒന്ന് കയറി. അവിടെ കയറിയപ്പോഴല്ലേ വിവരം അറിയണത്, അവിടെ അന്ന് ഗുലാം മുഹമ്മദ് ബനാത്ത് വല സാഹിബ് ഉണ്ട്. ചെറുപ്പക്കാരായ കുട്ടികളോടാണ് എന്റെ വാക്കിപ്പോ. ഗുലാം മുഹമ്മദ് ബനാത്ത് വല സാഹിബിനെ നമുക്ക് വലിയൊരു ഹരമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനൊരു കാരണമുണ്ട്. അതെന്താണെന്നറിയോ? അവിടെ പൂർണ്ണമായിട്ട് കേൾക്കണേ. ഫവൈലുൽ മുസല്ലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഞ്ചോവരുത്. നിസ്കരിക്കുന്നവർക്ക് നാശമാണെന്ന് കേട്ട് കണ്ടു പോയാൽ മൂപ്പരതാ പറഞ്ഞ നിസ്കരിക്കുന്നവർക്ക് നാശാണെന്ന്. അല്ലദീനഹും അൻ സലാത്തിഹിം അല്ലദീനഹും. അപ്പൊ സാഹൂനുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിനെ ഒഴിവാക്കുന്ന ആൾക്കാർ എങ്ങനെ അതിനെങ്ങനെ അലസമായി കൊണ്ടെടുക്കുന്ന ആൾക്കാർക്ക് ആ നാശം എന്നാണ്. അവരവരുടെ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് നാശാണെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ പകുതി കേട്ട് പോകരുത്. അപ്പൊ നമുക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്താ കാര്യം എന്നറിയോ? തെരഞ്ഞെടുപ്പ് വരുമ്പോ നിങ്ങളൊക്കെ പ്രായമല്ല, ഏകദേശം നിങ്ങളെ പ്രായമായിട്ടില്ല എന്നാ തോന്നണത്. ഏതായിരുന്നാലും നമ്മളിങ്ങനെ വിദ്യാർത്ഥികളൊക്കെ പോകുമ്പോ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ വെറുതെ ഒന്നാണ്ട് ഇറങ്ങി നോക്കും. അപ്പൊ മറ്റോരിങ്ങനെ പറയും, ആർക്ക് വേണ്ടിയിട്ട് ഈ നടക്കണത്? അപ്പൊ നമ്മളിങ്ങനെ കേട്ടിക്കും. ഏത് കുറച്ച് മുതിർന്ന ആൾക്കാർ, എതിർ പാർട്ടിയിലെ ആൾക്കാർ നമ്മളോട് പറയും, നമുക്കൊന്നും പാർട്ടി അങ്ങനെ സജീവമൊന്നുമില്ല, എന്നാലും മൂപ്പരൊരു ദേശാടന പക്ഷിയല്ലേ. അപ്പൊ നമുക്കങ്ങനെ തോന്നും, ശരിയല്ലേ, മൂപ്പര് വരലില്ല. പിന്നെ ഓല് പറയല എന്താണ്, എത്ര കൊല്ലായി ഇവിടുന്ന് മത്സരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ മലയാളം അറിയോ? കുഞ്ചാലിക്കുട്ടി എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇതുവരെ മലയാളം അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് അന്നോല് പറഞ്ഞിരുന്നത് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട നേതാവിന്റെ പേര് പോലും മലയാളത്തിൽ പറയാൻ അറിയാത്ത നേതാവ് എന്നാണ്. അതിനോല് പറഞ്ഞതിന്റെ വാക്കാണ് കുഞ്ചാലിക്കുട്ടി. അപ്പൊ നമുക്ക് അതൊക്കെ അങ്ങനെ വിശ്വസിച്ചിങ്ങനെ നടക്കുകയാണ്. കാരണം എന്താ, ശരി തന്നെയല്ലേ, മൂപ്പര് എപ്പോഴാ വരല്? ദേശാടന പക്ഷി എന്നാ പേര്. അതോടൊപ്പം തന്നെ 5 കൊല്ലത്തിൽ ഒരിക്കൽ, പിന്നെ ചിലപ്പം പറയും മാവേലി കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും വരും അത്രേ ഓല വിശ്വാസപ്രകാരം. ഇത് അതും വരൂല എന്നൊക്കെ പറഞ്ഞു കണ്ട ആൾക്കാരെ കണ്ട് പത്താക്കിയിട്ട് നമ്മളാണെങ്കിൽ വയസ്സും അതല്ലേ, ഞമ്മക്കും തോന്നി ശരി തന്നെയാണ്, എത്തിനപ്പൊ മൂപ്പർക്കും വേണ്ടി ഇങ്ങനെ നടക്കണം. അങ്ങനെ ഇരിക്കുകയാണ് ഈ ലോക്സഭയിൽ എത്തുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ഒരു വലിയ വിഷയം നടക്കുകയാണ്. കുട്ടികൾ ചിന്തിക്കണം, എന്താ വിഷയം എന്നറിയോ?
നമ്മൾ ലക്ഷ്യം മറന്നുകൊണ്ട് പോകരുത്. അവിടുത്തെ വിഷയം ചേരിയിൽ, ഡൽഹിയിലെ ചേരിയിൽ കുറച്ച് മുസ്ലിമീങ്ങളെ അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി ചില ഭൂമാഫിയകൾ, BJP അനുബന്ധ ഭൂമാഫിയകൾ അവിടുന്ന് അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തിക്കൽ ചടങ്ങൊക്കെ നടത്തി ടെന്റുകളൊന്നാകെ കത്തിയിട്ട് മുസ്ലിങ്ങളൊക്കെ അവിടുന്ന് ഒഴിവായിപ്പോയി. ആകെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ പാർലമെന്റിൽ ഈ ചർച്ചയേക്കാൻ കയറുന്നത്. അതില് ഏകദേശം കേരളത്തിൽ നിന്ന് അന്നുണ്ട് 8ഓളം MP മാര്. ഇവരൊക്കെ ടൈം കൊടുക്കുന്നത് എങ്ങോട്ടാണ്? പാസ്റ്റ് GM. തമിഴ്നാട്ടിൽ ഒരു MP കൊടുത്ത് പാസ്റ്റ് GM എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഇതിനെപ്പറ്റി അവതരിപ്പിക്കാൻ 5 മിനിറ്റ് ഉണ്ട്. അതങ്ങനെയാ, 5 മിനിറ്റ് ഉണ്ട്. ആ 5 മിനിറ്റ് ഉണ്ട് വരുമ്പോ എല്ലാരും കൂടി പറയണ്ട വിചാരിച്ചിട്ട് എല്ലാരും പറയാണ് ഞങ്ങൾക്കൊക്കെ പകരം ആര് പറയും? GM ഗുലാം മഹ്മൂദ് ബനാത്ത് വല സാഹിബ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് ഇവരൊക്കെ പാടെ ടൈം കൊടുത്തിട്ട് മൂപ്പരിപ്പ് എന്ത് പറയാനാണ്? നമ്മുടെ മനസ്സിൽ ഇതാണല്ലോ ഫീഡ്ബാക്ക്. മൂപ്പരും കണ്ട് എഴുന്നേറ്റൊന്ന് ആ തൊപ്പിയൊക്കെ വെച്ച് കണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് അന്ന് അപ്പുറത്തുള്ളത് ശക്തനായ ഒരു BJP MP ആണ്. ആ മൂപ്പരതിനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കാൻ. ആ സമയത്ത് ഗുലാം മഹമ്മദ് ബനാത്ത് വല സാഹിബ് ഉണ്ട് എഴുന്നേറ്റ്. എന്നിട്ട് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് ദ ടെറിഫിക് മെന്റാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. മൂപ്പര പ്രസംഗം മൈക്കൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കണ മാതിരി തോന്നും. ദ ബെസ്റ്റ് പാർലമെന്റേറിയനായിട്ട് തെരഞ്ഞെടുത്തതാണ്. പലവട്ടം പാർലമെന്റിൽ 540 MP മാരിൽ ബെസ്റ്റ്. മൂപ്പരും കണ്ട് എഴുന്നേറ്റ് നേണ്ട അങ്ങോട്ട് തുടങ്ങി. അവസാനം മറ്റാൾ ക്രോസ് ചെയ്യല്, ഇയാള് മറുപടി പറയല്. പിന്നെ സ്പീക്കർക്കൊന്നും പിടുത്തം കിട്ടണില്ല. സ്പീക്കർ പറഞ്ഞു പ്ലീസ് GM പ്ലീസ്. അവിടെ ഇരിക്കാൻ പറയണം. നിങ്ങൾ അവിടെ ഒന്ന് ഇരിക്കുന്നുള്ളതിന് പ്ലീസ് GM പ്ലീസ്. പാർലമെന്റ് മുഴുവൻ അദ്ദേഹത്തിന് GM എന്നാണ് വിളിച്ചിരുന്നത്. GM പ്ലീസ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നമ്മളെ മനസ്സിലുണ്ട്. യു കൻ, ആരോടായി പറഞ്ഞെന്നറിയോ? ചെയറിനോടായി പറഞ്ഞത്. യു കനോട്ട് സ്റ്റോപ്പ് മീ ബിക്കോസ് ഐ ആം ദ വോയിസ് ഓഫ് മൈ സൊസൈറ്റി. ഐ ആം ദ വോയിസ് ഓഫ് മൈ സൊസൈറ്റി. നിങ്ങൾക്ക് എന്നെ നിർത്താൻ കഴിയില്ല. ഞാൻ എന്റെ സമുദായത്തിന്റെ ശബ്ദമാണ്, എന്റെ സമൂഹത്തിന്റെ ശബ്ദമാണ് ഞാൻ. എന്റെ ശബ്ദത്തെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. അന്ന് ആ വാദമൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് അവസാനം അനുകൂലമായി തീരുമാനങ്ങളൊക്കെ ഭയങ്കര ഉഷാറായിട്ട് പടിയിറങ്ങുമ്പോ നമ്മുടെ മനസ്സിൽ കുറിച്ചു വെച്ചതാണ് ഗുലാം മഹ്മൂദ് ബനാത്ത് വല സാഹിബ്, നിങ്ങൾ 5 കൊല്ലത്തിൽ ഒരിക്കൽ പോലും പൊന്നാനി മണ്ഡലത്തിലേക്ക് വരേണ്ടതില്ല. പകരം നിങ്ങൾ ഉണ്ടാകേണ്ടത് ഈ ഗർജനവുമായി ഈ പാർലമെന്റിന്റെ ഉള്ളിലാണ്. ഇറ്റ് ഈസ് പാർലമെന്റ്. അല്ലാതെ നമ്മള് ഇവിടെ ഇങ്ങനെ നിന്നുകാണ്ട് ഓവാലത്തും ഇരുന്നുകാണ്ടും പീഡക്കൊലായ്മ ഇരുന്നുകാണ്ടും നിയമം പറഞ്ഞാൽ എവിടുന്ന് വരാനാണ്? ഞാൻ കേവല രാഷ്ട്രീയം പറയാൻ നിങ്ങൾ വിചാരിക്കരുത്. കാരണം നമ്മുടെ നാട്ടിൽ മതസംഘടനകളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. എല്ലാറ്റിനൊരു സബബിയായ ഒരു ലോകം വേണ്ടേ? ഈ പരിപാടികളൊക്കെ നടക്കുമ്പോ പെട്ടെന്നൊരു ബ്ലോക്ക് വന്നാൽ ആരവിടെ ഇടപെടാണ്ടാവുക? ആരിടപെടാണ്ടാവും? നമുക്കറിയാം. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോത്തിന് വിളിക്കും നേതാക്കന്മാർക്ക്, അതിൽ നിങ്ങളൊന്ന് ഇടപെടണേ, പടച്ചോനോട് പറഞ്ഞാൽ മതി അല്ലെന്നാണ്. പക്ഷെ സബബിയായ ഒരു ലോകം ഉണ്ടാവൂലേ? ഉദാഹരണത്തിന് എവിടെയെങ്കിലും ഒന്നൊരു പ്രശ്നം നടന്നു, ആ പ്രശ്നം നടക്കുമ്പോ ഒരാള് പഠനനിലമില്ലാതെ പറയുക എന്നത് വലിയൊരു പ്രശ്നമാണ്. എന്താ നമ്മൾ മനസ്സിലാക്കിയത്? പഠനനില എന്തായി വിചാരിച്ചിട്ട് എല്ലാം ഒന്നും പറയരുത്. പക്ഷെ ശശികല എന്ന് പറയുന്ന ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇത്ര ഗർജനപൂർവ്വം പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവർക്കൊരു ശക്തമായ പഠനനില ഉണ്ടായതുകൊണ്ടാണ്. ആ പറച്ചിലിന്റെ പകുതി പറഞ്ഞിട്ടില്ല പലരും, എന്നിട്ട് പലരും ജയിലിലായിട്ടുണ്ട്. എന്തുകൊണ്ടാ? പഠനനില ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഒരു പഠനനിലത്തിൽ നിന്നുകൊണ്ട് പറയുക, അതും നിയമം പറയുക, വർഗീയത പറയരുത്, വികാരം പറയരുത്. പകരം നമുക്ക് നമ്മുടെ അവകാശങ്ങളെ പറയാൻ പറ്റണം. അത് നിയമസഭയിലാ പറയേണ്ടത്, അത് ലോക്സഭയിലാ പറയേണ്ടത്. എവിടെ എത്തി ഇന്ന്? ലോക്സഭ MP ആണ് E.T. മുഹമ്മദ് ബഷീർ സാഹിബ്. എന്നിട്ടൊരു പ്രദേശത്തേക്കാണ്ട് പോകുമ്പോ സാധാരണ പോലീസുകാർ തടഞ്ഞങ്ങോട്ട് വെക്കുകയാണ്. ഒരു വിധമുള്ളവരൊക്കെ പേടിച്ചുകൊണ്ട് പോരൂലേ? കാരണം എന്താന്ന് വെച്ചാൽ ഒന്ന് കുറച്ച് പ്രായമായി, പിന്നെ കൂടെ അത്ര വലിയ കുറെ സന്നാഹങ്ങളൊന്നുമില്ല. ഇതാണ്ടെ മിലിറ്ററി കണ്ട് വന്നിട്ടാണ്ട് തടയാണ്. ആരെ? ഒരു MP-യെ. അതാ ഈ കാലം. ചങ്കൂറ്റത്തോടെ മാറി നിൽക്കിൻ, ഐ ആം ദ മെമ്പർ ഓഫ് പാർലമെന്റ്. ഇത് പറയാൻ E.T. മുഹമ്മദ് ബഷീർ സാഹിബിന് സാധിച്ചുവെങ്കിൽ ഈ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം, ആ ഒരവസ്ഥയിൽ നിയമം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളെയാണ് നമ്മൾ അങ്ങോട്ട് അയക്കേണ്ടത്. ഇവിടെ ആയാലും അവിടെ ആയാലും അതിന്റെ ഒരു പഠനം. അപ്പൊ നമ്മൾ വിചാരിക്കൽ എന്താണ്? അതൊക്കെ അങ്ങനെ രാഷ്ട്രീയമല്ലേ? രാഷ്ട്രീയത്തിന് കെടുതികളുണ്ട്, രാഷ്ട്രീയത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കുറെ ഒന്നും ബാധിക്കാത്ത ഒന്ന് ലീഗാണ്.